ബഷീറേ, 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 എവിടെ പോയി കിടക്കേ പന്നി? ബഷീറേ, എന്തു പറ്റിയടാ? കഫീല് ശരിക്കും സ്നേഹിച്ച പോലെ ഉണ്ടല്ലോ. നീ പിന്നെയും ചാടാൻ നോക്കി. സൗദിയിലെ മരുഭൂമി ഒരു കടല് പോലെ അല്ലടാ, അത് നിനക്ക് അറിഞ്ഞൂടെ? ഇതി വന്നു പെട്ടാ പിന്നെ എവിടേക്കാടാ ഓടി രക്ഷപ്പെടുക? 5-6 കൊല്ലം ഈ പണി ഞാനും ചെയ്തല്ലേ. നിന്നൊക്കെ ആ തണ്ടും തടി കൊണ്ടായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല രക്ഷപ്പെടാൻ. എഴുന്നേക്ക്, ആ ആടിനൊക്കെ തീറ്റി കൊടുക്കും. ഓ അവറ്റേടന്ന് കരയ്യ. ഞാൻ ചാടാൻ നോക്കിയതല്ല. പിന്നെ വെറുതെട്ടാ, നിങ്ങളൊന്ന് വന്നേ. ആ പെണ്ണിനെ അവര് കൊന്നിട്ടുണ്ടാവും. ഏത് പെണ്ണ്? പറയാ, നിങ്ങള് വാ, വണ്ടി എടുക്ക്, നമുക്ക് പോയി നോക്കാം. വാ. ഈ മരുഭൂമിയിൽ എവിടെ ചെന്ന് നോക്കാനാ? അവരുടെ കിട്ടിക്കാണോ ആ പെണ്ണിനെ? എവിടെ നിന്നോ വന്നൊരു പെണ്ണ്. വിട് ബഷീറേ. മതി ബഷീറേ, നമുക്ക് തിരിച്ചു പോവാം. കുറച്ചു ദൂരം കൂടി പോട്ടെ. പണ്ടാരോടങ്ങാൻ എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചെത്തേണ്ടതാ. എവിടെയെങ്കിലും പോയി തൊലയിട്ടടാ. നിന്റെ പെങ്ങളൊന്നും അല്ലല്ലോ. വണ്ടി എടുക്കണോ? വണ്ടി എടുത്ത്. ഭരതേട്ടാ, ഭരതേട്ടാ,
റബ്ബേ, പേടിക്കണ്ട, ഞാനാ. നിങ്ങളോട് ഇന്നലെ അവിടെ നിന്ന് രക്ഷപ്പെട്ടോളം പറഞ്ഞില്ലേ, അയാളാ. എന്റെ പരിചയക്കാരനാ. ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങൾ ആ പഹമാരുടെ കണ്ണീപ്പെടായിരുന്നെന്ന് റബ്ബിനോട് തേടിയായിരുന്നു ഞാൻ. റബ്ബ് കാത്തു. എപ്പോ വേണമെങ്കിലും അവർ തിരിച്ചു വരും. എന്റെ കഫീലും കൂട്ടുകാരോ. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ മരുഭൂമി വിടാൻ നോക്കും. പരിചേട്ടാ, നിങ്ങളും സഹായിക്കൂ. ഈ വണ്ടി കയറ്റി ഒന്ന് റോട്ടും വിടൂ. പരിചേട്ടാ, ആലോചിക്കാൻ നിൽക്കണ്ട. റിയാദിലേക്കല്ലേ പോകുന്നത്? രസാക്ക, എന്നെ ഓർമ്മയില്ലേ? ഓ, നിങ്ങൾ ആരാന്നൊക്കെ പിന്നെയാ ഞാൻ അറിഞ്ഞത്. ഒരു മിനിറ്റ് പുറത്തേക്ക് വരും. ഞാൻ അപ്പ പറഞ്ഞതൊക്കെ നുണയായിരുന്നു. അതപ്പോഴേ തോന്നി. അശ്വതി അന്ന് വന്നിരുന്നു എന്നെ കാണാൻ. കണ്ട ഈ പത്രം കണ്ട? ഇതിൽ വാർത്ത വന്നപ്പോ മുതൽ ചങ്കടിച്ചിരിക്കുക ഞാൻ. ഇനി മോഷണത്തിന്റെ പിന്നിൽ ഞാനും കൂടി ഉണ്ടെന്ന് അറബിക്കെങ്ങാനും പറയാൻ തോന്നിയാ കഴിഞ്ഞു. തനിക്കറിയാവുന്ന സ്ത്രീയല്ലേ ഇവരിങ്ങനെ ചെയ്യുന്നത്? താൻ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കേസ് അതല്ലേ. സൗദികളോടാ കളിക്കണത്. പെങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? ഇറങ്ങിയിട്ട് നേരെ അബുക്കാട കടയിൽ വരണമെന്നല്ലേ. എന്നിട്ട് ഇവരെന്താ ചെയ്തേ? 8 മണിക്ക് കടപൂട്ടി പോകുന്ന അബൂക്ക അന്ന് 10 മണി വരെ കാത്തിരുന്നു. ഇവര് ചെന്നോ? അതുപോട്ടെ. എന്നിട്ട് ഇപ്പൊ 2ാമത്തെ ദിവസമല്ലേ? ഏതൊക്കെ സ്ഥലത്ത് എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം? കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഉസ്മാൻ? ഇവരെ നിങ്ങളുടെ അടുത്ത് എത്തിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ. ബാക്കി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും. ചങ്ങാതി, ഞാൻ സൗദിയിൽ വന്നിട്ട് കൊല്ലം 10ആയി. ഇതുപോലുള്ള ജാക്ക് പോട്ടൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ. ഒരുമാതിരി വർത്താനം പറഞ്ഞ എന്റെ വിധം മാറും. കൊണ്ട് നടന്ന് പൂതി തീർന്നപ്പോ ഇതിന് എന്റെ തലയിലിടാൻ നോക്ക്. മതിയായെങ്കിൽ താല്പര്യമുള്ള വേറെ വല്ലരും കാണും, അവരെ ഏൽപ്പിക്കുക.